ഇന്നലെ ഞാൻ ഈ ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കളർഫുൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് കൊണ്ട് വാങ്ങിച്ചതായിരുന്നു. ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. നല്ല ഉഷാർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്റെ കാര്യം പറയാനാണെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഒറിഗാമി എന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ണി കണ്ടുകൂടാ. അതായത് നമ്മുടെ ഈ പേപ്പർ മടക്കി മടക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സംഭവം റീസൺ പ്രത്യേകിച്ച് ഒന്നുമല്ല, എനിക്ക് ചെയ്യാൻ കിട്ടില്ല. 4 മടക്ക് ശരിയായി കഴിഞ്ഞാൽ 5ാമത്തെ മടക്ക് അങ്ങോട്ട് ഫ്ലോപ്പ്. എന്തായാലും ഈ സാധനം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പിങ്ക് കളറും ഗ്രീൻ കളറും പേപ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. 3 പിങ്കും 1 ഗ്രീനും ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. നമ്മുടെ 3 പിങ്ക് കളർ പേപ്പർ ആദ്യം കണ്ട പോലെ മടക്കാം. ഈ ഗ്രീൻ കളർ പേപ്പർ ഇത്രയും സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ആകത ഈ ഒരു പോർഷൻ മടക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിങ്ക് നമ്മൾ പുറത്തോട്ടാണ് മടക്കിയത്, ഗ്രീൻ പക്ഷേ ഉള്ളിലോട്ട് മടക്കാം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വീഡിയോ നോക്കി നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഞാൻ അതുപോലെയാണ് ചെയ്തത്. ഗ്രീൻ കളറിന്റെ മുകളിൽ ബാക്കിയുള്ള പിങ്ക് കളർ ഇതുപോലെ അടുക്കി അടുക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതേപോലെ നമുക്ക് 4 സെറ്റ് വേണം. അധികം ടൈം ഒന്നും എടുക്കില്ല കേട്ടോ. ഞാൻ പണ്ട് ഈ ക്രാഫ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിലും കുറെ സമയം എടുക്കില്ല ഇതൊക്കെ മടക്കാനായിട്ട് എന്ന് മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ ഈ 4 സാധനവും മടക്കിയെടുക്കാനായിട്ട് എനിക്ക് ആകെ ഒരു 10-15 മിനിറ്റ് എടുത്തുള്ളൂ. 4 എണ്ണം മുകളിൽ വെച്ച് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു താമരയാണ്. അതെ, പേപ്പർ താമര. ഇപ്പൊ നമ്മൾ മടക്കിയെടുത്ത ഓരോ പേപ്പറും താമരയുടെ ഓരോ ഇതളുകളാണ്. ഈ കാണുന്ന ഓരോ ലെയറും ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താമര സെറ്റ് ആവും. മടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് മടക്കണം. ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് മടക്കി കഴിഞ്ഞാൽ പേപ്പറൊക്കെ ഭയങ്കര റിങ്കിൾഡ് ആയിട്ട്. പെറ്റൽസ് സെറ്റായി. ഇനി നമുക്ക് ലീവ്സിലോട്ട് കിടക്കാം. സെയിം പ്രോസസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മടക്കി എടുത്താൽ മതി. സെന്ററിൽ ഒരു ലാമ്പും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോട്ടസ് ലാമ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയ താമര ഉണ്ടാക്കിയോണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയില്ല. കുറച്ചുകൂടെ വലിയ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും. എന്റെ പൊന്നോ, ഫൈനൽ ലുക്ക് കാണാൻ എന്ത് രസമാണെന്ന് അറിയോ. അപ്പൊ നമ്മുടെ താമര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.